ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആവട്ടെ, എല്ലാത്തരം ആൾക്കാർക്കും ഇപ്പം അറിയാവുന്ന ഒരു അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഈ ഫിറ്റ്നസ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ് ഈ ഫിറ്റ്നസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, അപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് സപ്ലിമെൻറ്റ്സുകളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഭയങ്കര മസ്കുലറായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല സ്ലിമ്മായിട്ടുള്ള വയറൊക്കെ നല്ല ഉള്ളിലോട്ട് വലിഞ്ഞ് നല്ല സിക്സ് പാക്കൊക്കെ ഉള്ള ഒരാൾക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്ന ലെവലിലോട്ട് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ്നസ് ഉണ്ടോ? ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെയിറ്റുകൾ എടുത്ത് ഉയർത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ നല്ല ഉന്മേഷത്തോടുകൂടിയും ചുറുചുറുക്കോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് യഥാർത്ഥത്തിൽ ഫിറ്റ്നസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ, നമുക്ക് ദിവസേന നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ, നമ്മുടെ ആ ഒരു സ്റ്റാമിന, നമ്മുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ഹെൽത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടോ, ആ ആരോഗ്യം വെച്ചിട്ട് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ പ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ കൂടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈ ഫിറ്റ്നസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് മസിലൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫിറ്റ്നസ് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ് ചില ആൾക്കാർക്ക്. ഓക്കെ, പക്ഷേ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്താലും, നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും നിങ്ങൾക്കിപ്പം ഭയങ്കര മസ്കുലറായിട്ടുള്ള ഒരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിറ്റ്നസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് നമുക്ക് കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഫിറ്റ്നസ് എന്ന് പറയാം, നിങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ഫിറ്റ്നസ് ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ജിമ്മിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ നല്ല കൃത്യമായിട്ടുള്ള ഫുഡും കൃത്യമായിട്ടുള്ള ഉറക്കമൊക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പഴയ ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജിമ്മിലും ഒരു വർക്കൗട്ടുകളും ചെയ്യാതെ തന്നെ അവർ ഒരു ദിവസം ചെയ്യുന്ന അവരുടെ ആക്ടിവിറ്റീസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പം അവർ എന്ത് ചുറുചുറുക്കോടെ, എന്ത് സ്മാർട്ടായിട്ട്, എന്ത് കൃത്യമായിട്ടാണ് അവർ ചില പ്രായമായ ആൾക്കാർ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്ന് അവരെ ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനർത്ഥം തന്നെ അവർക്ക് നല്ല ഫിറ്റ്നസ് ലെവൽ ഉണ്ടെന്ന് തന്നെയാണ്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം കുറച്ച് സപ്ലിമെൻറ്റുകളൊക്കെ കഴിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ മസിലൊക്കെ ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് പാക്ക് ഉണ്ട് എന്ന് കരുതിയിട്ടൊന്നും നമുക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് എത്താൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഫിറ്റ്നസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പം ഫ്രണ്ട്സ്, നിങ്ങളിപ്പം പല ജിമ്മുകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ പല ഹെൽത്ത് സെൻ്ററുകളുടെയും പല ജിംനേഷ്യങ്ങളുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഫിറ്റ്നസ് സെൻ്റർ എന്നാണ്. പക്ഷേ എത്ര പേർക്ക് ഈ ജിമ്മുകളിൽ പോയി കഴിഞ്ഞാൽ ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അത് കണക്ക് തന്നെ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുന്നുള്ളത് ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഫിറ്റ്നസ് നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ശാരീരിക വ്യായാമം വേണം, കൃത്യമായ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കണം, അതും നല്ല പോഷകങ്ങളടങ്ങിയ ആഹാരം കഴിക്കണം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം കൃത്യമായിരിക്കണം. ഈ 3 കാര്യങ്ങളും കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നതിനെ നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് വരാം. എന്താണ് ബോഡി ബിൽഡിംഗ്? ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജിംനേഷ്യത്തിൽ പോയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, മസിൽ ഹൈപ്പർട്രോഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, മസിൽ കൺട്രാക്ഷന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, മസിൽ വലുതാവാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓരോ സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് മസിൽ കൺട്രാക്ഷൻ ചെയ്ത് ഹൈപ്പർട്രോഫി ചെയ്ത് നമ്മൾ മസിൽസിനെ ഗ്രോത്ത് ചെയ്തെടുക്കുന്നു, വളർത്തിയെടുക്കുന്നു. ഇതിനാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ കോമ്പറ്റീഷനിലോട്ടൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം. ഓക്കെ, അതാണ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
അത് അതേ കണക്കൊരു മസിൽ കോൺട്രാക്ഷനും അതേ കണക്കൊരു മസിൽ വളർച്ചയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്ലിമെൻ്റ് ആവശ്യമാണ്. കോമ്പറ്റീഷൻ ഓടണമെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് ആവശ്യമാണ്. അതിന് തന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മളൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിറ്റ്നസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേ കണക്കുള്ള സപ്ലിമെൻറ്റ്സുകളും സ്റ്റിറോയിഡ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാനും നല്ല കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും കൃത്യമായ രീതിയിലുള്ള നിങ്ങളുടെ ജീവിത രീതികളും കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങും എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമായ മേഖലകളാണ്. അത് ഇപ്പോഴും ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് ഭയങ്കര ഫിറ്റ്നസ്സാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ മേഖലകളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്നവരെയും നിങ്ങൾക്ക് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറക്കം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആരോഗ്യ സംരക്ഷണത്തിനെക്കാട്ടി ഉപരിയായിട്ട് അത് മസിൽസുകളുടെ വളർച്ചയാണ് കൂടുതലായിട്ടും ലക്ഷ്യമിടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു വ്യത്യാസം. അല്ല, നമുക്കിപ്പോൾ പല ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ചില ആൾക്കാർ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ഫിറ്റ്നസ്സും അവരുടെ ഒരു മസിൽസിൻ്റെയും ഒരു വ്യത്യാസം. ഓക്കെ, അവർ സംസാരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, അല്ലെങ്കിൽ അവരോട് പറയണം നിങ്ങൾ നല്ല സ്പീഡിൽ ഓടുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ ബോഡി ബിൽഡേഴ്സിന് അത് വലിയ പാടായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മസിൽസിൻ്റെ ഗ്രോത്തും ഒക്കെ അതേ രീതിയിലുള്ളതാണ്. അവർക്ക് അത്രയ്ക്കും അവരുടെ ദൈനംദിന കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ